അധിനിവേശ സസ്യമായ മഞ്ഞക്കൊന്നയുടെ ഭീഷണി ഏറ്റവും രൂക്ഷമാണ് വയനാട് വന്യജീവി സങ്കേതത്തിൽ. ഇവിടെ സ്വാഭാവിക വനവൽക്കരണത്തിന് പിന്തുണ നൽകാനാണ് സീഡ് ബോളുകളുമായി കുഞ്ഞുമക്കളെത്തിയത്. നാരകം, പേര, പ്ലാവ്, മാവ് തുടങ്ങി 15ഓളം ഫലവൃക്ഷങ്ങളുടെ വിത്തുകൾ ഉള്ളിൽ വെച്ച് കുട്ടികൾ തന്നെയാണ് 2000ഓളം സീഡ് ബോളുകൾ തയ്യാറാക്കിയത്. കുന്താണി ഗവൺമെന്റ് LP സ്കൂളിലെ മാതൃഭൂമി സീഡ് ക്ലബ്ബാണ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. വനം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിയതിനെ തുടർന്ന് സീഡ് ക്ലബിലെ പ്രവർത്തന ഭാഗമായിട്ട് കുട്ടികൾ വീടുകളിൽ ഉണ്ടാക്കിയ 2000ഓളം വിത്ത് ബോളുകളാണ് ഇന്നിപ്പോൾ വനം വകുപ്പ് അധികൃതരുടെ അനുവാദത്തോടുകൂടെ മുത്തങ്ങ വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിൽ നിക്ഷേപിക്കുന്നത്. 3-4 ക്ലാസ്സുകളിലെ 80ഓളം കുട്ടികളാണ് അധ്യാപകർക്കൊപ്പം സീഡ് ബോളുകളുമായി കാട്ടിലെത്തിയത്. മാർഗനിർദ്ദേശങ്ങളുമായി വനം വകുപ്പ് ജീവനക്കാരും ഒപ്പമുണ്ടായിരുന്നു. നല്ലതായിട്ട് കാണുന്നുണ്ട്. ഇതുപോലെയുള്ള കുട്ടികൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സെന്ന അധിനിവേശ സസ്യത്തിന്റെ ഇതിൽ നിന്ന് കുറേയൊക്കെ കാടിനെ സംരക്ഷിക്കാൻ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സെന്ന ചെടികൾ പിഴുതുമാറ്റിയ മുത്തങ്ങ റേഞ്ചിലെ 10ാം ബ്ലോക്കിലാണ് സീഡ് ബോളുകൾ നിക്ഷേപിച്ചത്. മുത്തങ്ങ റേഞ്ച് ഓഫീസിന് മുന്നിൽ പ്ലാസ്റ്റിക് ഉപയോഗത്തിന്റെ ദുരന്തഫലത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾ സ്കിറ്റും അവതരിപ്പിച്ചു. മാതൃഭൂമി ന്യൂസ്, വയനാട്. കമൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കമൽ, വയനാട്ടിലെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം, ഈ വന്യജീവി പ്രശ്നങ്ങളൊക്കെ. പക്ഷേ അതിന് കാരണം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികൾ തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്നുണ്ട്. വളരെ നല്ലൊരു മാതൃകയാണ് ഈ കുന്താണി ഗവൺമെന്റ് LP സ്കൂളിലെ ഈ കുഞ്ഞു കൂട്ടുകാർ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. കാരണം ഈ വയനാട് വന്യജീവി സങ്കേതത്തിൽ ഈ സെന്ന എന്ന അധിനിവേശ സസ്യത്തിന്റെ ഭീഷണിയെക്കുറിച്ച് നമ്മളൊക്കെ നിരവധി വാർത്തകളും പരമ്പരകളും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. മുൻപെപ്പോഴോ വിദേശത്ത് നിന്ന് വന്നൊരു സസ്യം, മറ്റ് സസ്യങ്ങളെയൊക്കെ മരങ്ങളൊന്നുമില്ലാതെ ഈ അധിനിവേശ സസ്യം പടർന്നു പിടിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ വന്യജീവി സങ്കേതത്തിൽ പല ഭാഗത്തുമുള്ളത്. അതുകൊണ്ട് തന്നെ അത് വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്കും ആകെ ഈ വനത്തിന്റെ ആവാസ വ്യവസ്ഥയ്ക്കും ഒക്കെ ഭീഷണിയാണ്. ഈ സെന്ന റിമൂവ് ചെയ്യാൻ വേണ്ടി, അവിടെ നിന്ന് പിഴുതുമാറ്റാൻ വേണ്ടി വനം വകുപ്പ് തന്നെ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. അങ്ങനെ സെന്ന ചെടികൾ പിഴുതുമാറ്റിയ ഒരു സ്ഥലത്താണ് ഈ കുഞ്ഞുമക്കൾ സീഡ് ബോളുകൾ നിക്ഷേപിച്ചത്. ഈ സീഡ് ബോൾ എന്ന് പറയുമ്പോൾ എന്താണ് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം. അതായത് ഈ മണ്ണും വളവും ചാണകപ്പൊടിയും ഒക്കെ ചേർത്ത് അതിനുള്ളിൽ വിത്ത്, ഫലവൃക്ഷങ്ങളുടെ വിത്ത് നിക്ഷേപിച്ച് കുഞ്ഞു ബോളുകളായി ഉരുട്ടി എടുക്കുന്ന സാധനമാണ് സീഡ് ബോൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഈ കുന്താണി സ്കൂളിലെ അധ്യാപകർ കുഞ്ഞുങ്ങളോട് പറഞ്ഞത് സീഡ് ബോളുകൾ ഉണ്ടാക്കാൻ പറഞ്ഞു. അവർ പോലും പ്രതീക്ഷിച്ചില്ല ഇത്രയധികം സീഡ് ബോളുകൾ കുട്ടികൾ ഉണ്ടാക്കി കൊണ്ടുവരുമെന്ന്. 2000ഓളം സീഡ് ബോളുകളാണ് കുട്ടികൾ സ്വന്തം വീട്ടിൽ നിന്ന് ഇത്തരത്തിൽ ഉണ്ടാക്കി കൊണ്ടുവന്നത്. 15ഓളം ഫലവൃക്ഷങ്ങളുടെ വിത്തുകളാണ്. പേര, പ്ലാവ്, മാവ് തുടങ്ങി നിരവധി ഫലവൃക്ഷങ്ങളുടെ വിത്തുകൾ ഇത്തരത്തിൽ മണ്ണിനുള്ളിലാക്കി ഉരുട്ടി ബോളുകളാക്കി കൊണ്ടുവന്നതാണ്. അതാണ് ഇത്തരത്തിൽ കാട്ടിൽ നിക്ഷേപിക്കുന്നത്. സ്വാഭാവിക വനമാക്കി ഈ കാടിനെ മാറ്റുക, അവിടെ വന്യജീവികൾക്ക് ആവശ്യമായ തീറ്റ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ കുട്ടികൾ കാട്ടിലെത്തി ഈ സീഡ് ബോളുകൾ